നമഃശിവായ. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള തിരുവനന്തപുരം പൂജപ്പുര ചെങ്കള്ളൂർ ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ ധനുമാസ തിരുവാതിര മഹോത്സവം 2025 ജനുവരി 4 മുതൽ 13 വരെ നടക്കുകയുണ്ടായി. അതിൽ ഒന്നാം ഉത്സവ ദിവസത്തിൽ ക്ഷേത്രത്തിൽ വൈകുന്നേരം നടന്ന തൃക്കൊടിയേറ്റിൻ്റെയും അനുബന്ധ ചടങ്ങുകളുടെയും ഉത്സവാരംഭത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെയും പ്രസക്ത ഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോ സ്വാഭിമാനം അവതരിപ്പിക്കുന്നു. ഇവിടെ ഒന്നാം തിരു ഉത്സവത്തിന് തൃക്കൊടിയേറ്റ്, രണ്ടാം ഉത്സവത്തിന് കാവടി, മൂന്നാം ഉത്സവത്തിന് മുളയിടൽ പൂജ, ആറാം ഉത്സവ ദിവസം സേവ എഴുന്നള്ളിപ്പ്, എട്ടാം ഉത്സവ ദിവസം പ്രദോഷ പൂജ, ഒൻപതാം ഉത്സവ ദിവസം ഗജപൂജയും ആനയൂട്ടും പള്ളിവേട്ട എഴുന്നള്ളത്തും, പത്താം തിരു ഉത്സവത്തിന് ആറാട്ട് സദ്യയും വൈകുന്നേരം തൃക്കൊടിയിറക്ക്, ക്ഷേത്രക്കുളത്തിൽ തിരു ആറാട്ട്, തുടർന്ന് ആറാട്ട് ഘോഷയാത്രയുടെ ഉത്സവ സമാപനം. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ആധ്യാത്മിക പാരായണങ്ങളും വിവിധതരം കലാപരിപാടികളും, ഉത്സവ സമാപന ദിവസത്തിൽ രാവിലെ ക്ഷേത്രത്തിൽ വിവിധ സംഘടനകളുടെ തിരുവാതിരക്കളിയും നടത്തുന്നു. കൂടാതെ ഒന്നാം ഉത്സവ ദിവസം മുതൽ 10ാം ഉത്സവ ദിവസം വരെ അന്നദാനവും നടക്കുന്നുണ്ട്. കേരള വാസ്തുശാസ്ത്ര പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയായ ശ്രീ മഹാദേവനും ശ്രീ മഹാഗണപതിയും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയും ക്ഷേത്രാലയത്തിനുള്ളിൽ ആരാധിക്കപ്പെടുന്നു. പുറത്ത് നാഗദേവതകളെയും ആരാധിക്കപ്പെടുന്നു. ക്ഷേത്രത്തിനു മുന്നിലായി ക്ഷേത്രക്കുളവും സ്ഥിതി ചെയ്യുന്നു. ഈ കുളത്തിലാണ് ഭഗവാന്റെ തിരു ആറാട്ട് നടക്കുന്നത്. തിരുവാതിരക്കളിയുടെ ഐതിഹ്യവും ചടങ്ങുകളും ആചാരങ്ങളും. പുരാതന കാലത്ത് തിരുവാതിര നാളിൽ തുടങ്ങി അടുത്ത മാസം തിരുവാതിര വരെ 28 ദിവസം ഈ നർത്തനം അവതരിപ്പിച്ചിരുന്നു. ചില സ്ഥലങ്ങളിൽ 11 ദിവസത്തെ പരിപാടിയായി ധനുമാസത്തിൽ അവതരിപ്പിച്ചു വന്നിരുന്നു. തിരുവാതിര നാളിനു മുന്നത്തെ മകയിരം നാളിൽ എട്ടങ്ങാടി എന്ന് വിളിക്കുന്ന പ്രത്യേക പഥ്യാഹാരം കഴിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കുന്നു. ചേമ്പ്, ചേന, കാച്ചിൽ, കായ, കിഴങ്ങ്, പയർ, പഞ്ചസാര, തേൻ എന്നിവയാണ് എട്ടങ്ങാടിയുടെ ചേരുവകകൾ. ഇത് തലേന്ന് രാത്രിയാണ് കഴിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ആചരിക്കുന്നത് വിരളമാണ്. വെള്ളവും കരിക്കിൻ വെള്ളവുമാണ് കുടിക്കുക. പകൽ വീടിനു മുന്നിൽ ദശപുഷ്പങ്ങൾ ശേഖരിച്ചു വയ്ക്കുന്നു. സൂര്യാസ്തമയത്തിനു ശേഷമാണ് തിരുവാതിരക്കളി ആരംഭിക്കുക. അർദ്ധരാത്രിയിൽ തിരുവാതിര നക്ഷത്രം ഉദിച്ചു കഴിഞ്ഞാൽ നർത്തകികൾ ഭക്തി ആദരപൂർവ്വം പാട്ടുകൾ പാടുകയും ദശപുഷ്പങ്ങൾ അഷ്ടമംഗല്യത്തോടൊപ്പം നിലവിളക്കും പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. കറുക, കൃഷ്ണക്രാന്തി, പൂവാങ്കുരുനില, നിലപ്പന, കയ്യുണ്ണി, മുക്കുറ്റി, തിരുതാളി, ഉഴിഞ്ഞ, ചെറുള, മുയൽച്ചെവിയൻ എന്നിവയാണ് ദശപുഷ്പങ്ങൾ. പിന്നീട് ഈ പുഷ്പങ്ങൾ അവർ മുടിയിൽ ധരിക്കുന്നു. ഇതിനെ പാതിരാപ്പൂ ചൂടൽ എന്നാണ് പറയുക. ഓരോ പൂവിൻ്റെയും ദേവതമാരെ സ്തുതിക്കുന്ന പാട്ടുകൾ പാടിയാണ് പൂ ചൂടിക്കുന്നത്. കുരവയും കൂടെ കാണാറുണ്ട്. കത്തിച്ച ഒരു നിലവിളക്കിന് ചുറ്റും വട്ടത്തിൽ പാട്ടിൻ്റെ താളത്തിനൊപ്പിച്ച് പെൺകുട്ടികൾ പരസ്പരം കൈകൊട്ടിക്കൊണ്ട് നൃത്തം ചെയ്യുന്നു. മുണ്ടും നേരിയതുമാണ് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന വേഷം. തിരുവാതിര കളിക്കുന്ന പെൺകുട്ടികളുടെ സംഘത്തിന് ഒരു നായിക കാണും. നായിക ആദ്യത്തെ വരി പാടുകയും അതേ സംഘം വരി ഏറ്റുപാടുകയും ചെയ്യുന്നു. പാട്ടിൻ്റെ താളത്തിനൊപ്പിച്ച് സംഘത്തിലുള്ളവർ ചുവട് വയ്ക്കുകയും കൈകൾ കൊട്ടുകയും ചെയ്യുന്നു. ലാസ്യഭാവമാണ് കളിയിലുടനീളം നിഴലിച്ചു നിൽക്കുക. പൂജയോടനുബന്ധിച്ച് നടത്തുന്ന കളിയിലെ ചുവടുകൾ വളരെ ലളിതമായിരിക്കും. ഇത് പരിചയമില്ലാത്തവർക്ക് പോലും കളിയിൽ പങ്കെടുക്കുവാൻ സൗകര്യമേകുന്നു. തിരുവാതിര നാളിൽ സ്ത്രീകൾ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് പുതുവസ്ത്രങ്ങൾ ധരിച്ച് ചന്ദനക്കുറി തൊടുന്നു. രാവിലെയുള്ള ആഹാരം പഴം പുഴുങ്ങിയതും പാലും മാത്രമായിരിക്കും. അന്നത്തെ ദിവസം പിന്നീട് വ്രതമാണ്. ദാഹത്തിന് കരിക്കിൻ വെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. മുൻകാലങ്ങളിൽ ഈ നൃത്തത്തിന് ചുവടുകളും വടിവുകളും മാറ്റമില്ലാത്തതായിരുന്നു. ഓണം, തിരുവാതിര തുടങ്ങിയ ആഘോഷ അവസരങ്ങളിലാണ് സാധാരണ ഈ കളി നടക്കാറുള്ളത്. നമ്പൂതിരി സമുദായത്തിൻ്റെ വിവാഹ ചടങ്ങുകൾക്കിടയിലും ഇത് അവതരിപ്പിക്കാറുണ്ട്. പഴയ കാലത്ത് വീടുകളിൽ തിരുവാതിരക്കളി പഠിപ്പിക്കാനായി പ്രത്യേകം ആശാന്മാരെത്തിയിരുന്നു. ഈ ആശാന്മാർ ഒരു സംഘം വനിതകളെ പഠിപ്പിക്കുന്നതിനൊപ്പം 1-2 ആൺകുട്ടികളെയും പഠിപ്പിക്കും. ഈ ആൺകുട്ടികൾ കളിയിൽ പങ്കെടുക്കുകയില്ലെങ്കിലും അവർ പിന്നീട് തിരുവാതിരക്കളി പഠിപ്പിക്കുന്നവരായി തീരാറുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ശിവപാർവതി പ്രധാനമായ ആഘോഷമാണ് തിരുവാതിര.
ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിലാണ് ഈ ഉത്സവം. ശിവഭക്തരുടെ പ്രധാന ആഘോഷങ്ങളിലും വ്രതങ്ങളിലും ഉൾപ്പെട്ട ഒന്നാണ് ധനുമാസത്തിലെ തിരുവാതിര. ശിവക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം അതിപ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. പാർവതി സങ്കല്പമുള്ള ഭഗവതി ക്ഷേത്രങ്ങളിലും ഇത് പ്രധാനമാണ്. വ്രതങ്ങളിൽ വച്ച് അതീവ പ്രാധാന്യം ഉള്ള ഒന്നാണ് തിരുവാതിര വ്രതം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ധാരാളം ആളുകൾ തിരുവാതിര വ്രതം എടുക്കാറുണ്ട്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഈ ദിവസം പരമശിവൻ്റെ പിറന്നാളായതുകൊണ്ടാണ് അന്ന് തിരുവാതിര ആഘോഷം നടത്തുന്നത്. കൂടാതെ ശിവപാർവതി വിവാഹം നടന്ന ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര ദിവസം എന്നാണ് വിശ്വാസം. ശിവപ്രധാനമാണെങ്കിലും ആദിപരാശക്തിയായ പാർവതി ദേവിക്ക് സവിശേഷ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് തിരുവാതിര ആഘോഷവും വ്രതവും നടക്കാറുള്ളത്. ഡിസംബർ 15-നും ജനുവരി 15-നും ഇടയ്ക്കായിട്ടാണ് തിരുവാതിര വരുന്നത്. മംഗല്യവതികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിനു വേണ്ടിയും അവിവാഹിതരായ യുവതികൾ ഉത്തമ വിവാഹം നടക്കാൻ വേണ്ടിയും തിരുവാതിര വ്രതം എടുക്കുന്നു. പാർവതി ദേവിയെ സ്തുതിച്ചുകൊണ്ട് സൂര്യോദയത്തിന് മുൻപ് കുളത്തിൽ പോയി തിരുവാതിര പാട്ട് പാടി തുടിച്ച് കുളിക്കൽ, നൊയമ്പ് നോക്കൽ, നാമജപം, തിരുവാതിരക്കളി, ഉറക്കമൊഴിച്ച് എട്ടങ്ങാടി വെച്ച് കഴിക്കൽ, പാതിരാപ്പൂ ചൂടൽ, ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിര ആഘോഷത്തിൻ്റെ പ്രധാന ചടങ്ങുകൾ. ശിവപാർവതി പ്രധാനമായ ക്ഷേത്രങ്ങളിൽ ഉത്സവം, തിരുവാതിരക്കളി, ഉമാമഹേശ്വര പൂജ, മറ്റു വിശേഷാൽ പൂജകൾ, പൊങ്കാല എന്നിവയൊക്കെ ഈ അവസരത്തിൽ നടക്കാറുണ്ട്. ക്ഷേത്ര ദർശനത്തിന് അതീവ പ്രാധാന്യം ഉള്ള ദിവസം കൂടിയാണിത്. മകയിരം ദിവസത്തിലെ വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര വ്രതം ഭർത്താവിന് അല്ലെങ്കിൽ പങ്കാളിക്ക് വേണ്ടിയും എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇഷ്ടവിവാഹം, ഉത്തമ ദാമ്പത്യം, കുടുംബ ഐശ്വര്യം, മക്കളുടെ അഭിവൃദ്ധി, അപകടമുക്തി, ദുഃഖവിമോചനം, രോഗശാന്തി, ദീർഘായുസ് തുടങ്ങിയ അനേകം ഫലങ്ങൾ തിരുവാതിര വ്രതത്തിന് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. രേവതി നാളിലാണ് തിരുവാതിര ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. മുൻകാലങ്ങളിൽ ഒരു ഗ്രാമത്തിലെ സ്ത്രീകൾ മുഴുവൻ ഏതെങ്കിലും ഒരു തറവാട്ട് മുറ്റത്ത് ഒത്തുചേർന്നിട്ടായിരുന്നു തിരുവാതിര ആഘോഷിച്ചിരുന്നത്. അവലംബനം മഹത് ഗ്രന്ഥങ്ങളിൽ നിന്ന്. പൂജപ്പുര ചെങ്കള്ളൂരിൽ ദേശദേവതയായി വിരാജിക്കുന്ന ശ്രീ മഹാദേവൻ്റെ തിരുമുന്നിൽ വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവത് കൃപാ കടാക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന് ഭഗവത് നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും ക്ഷേത്രവിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ പുതിയൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തികളെല്ലാം നമ്മൾ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ തീർത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വികസനത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് വെറും 3 മാസത്തെ കാലാവധി കൊണ്ട് നമുക്ക് ഈ കാണുന്ന പ്രവൃത്തികളെല്ലാം ജീർണോദ്ധാരണം നടത്തി നമ്മൾ നമ്മുടെ പ്രദർശന വഴിയിലെ സമൂഹത്തിൽ പ്രതിബദ്ധതയോടെ തന്നെയാണ് പ്രവർത്തിച്ചു പോരുന്നത്. ആതുര സേവനത്തിനായാലും ശരി തന്നെ സമൂഹത്തിൽ വേണ്ടപ്പെട്ട എല്ലാ പ്രവർത്തികളും ആവശ്യം എവിടെയാണോ അവിടെ പ്രവർത്തിച്ച് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മളെ ഭഗവാൻ ഏൽപ്പിച്ച കർത്തവ്യങ്ങളെല്ലാം ഈ ഉപദേശസമിതി വളരെ കൃത്യമായി നടത്തി തീർത്തിട്ടുണ്ട്. അതിന് നമ്മുടെ ഈ കമ്മിറ്റിയുമായി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരായാലും ശരി തന്നെ പ്രായമായവരായാലും ശരി തന്നെ എല്ലാവരുടെയും പ്രവർത്തന ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ഈ അമ്പലത്തെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഐശ്വര്യപൂർണമായ ഒരു അമ്പലത്തെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ ക്ഷേത്ര സംരക്ഷണ സമിതി ചെങ്കല്ലൂർ ശാഖ പ്രസിഡന്റുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വളരെ കാലത്തെ പ്രവർത്തന പരിചയത്തോടെ നമ്മളെ എല്ലാ കാര്യങ്ങളിലും അടുത്തതായിട്ട്